ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ വീണ്ടും ഒരു രേണുസുതി കണ്ടന്റ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. താല്പര്യമുള്ളവർക്ക് കാണാം, ഇല്ലാത്തവർക്ക് വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാം. നമ്മൾ ആരെയും നിർബന്ധിക്കുന്നില്ല. അപ്പൊ എന്തായാലും രേണുസുതി അങ്ങനെ സോഷ്യൽ മീഡിയയിലും വീണ്ടും കത്തി കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഒരുപാട് പ്രോഗ്രാംസ് അവർക്ക് കിട്ടുന്നുള്ളൂ. നല്ല കാര്യമാണ്, കാരണം അവർക്ക് കിട്ടുന്ന അവസരങ്ങൾ വേണ്ട രീതിയിൽ മുതലാക്കുക. എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മീഡിയക്കാരോട് വള പറയുന്നത് നിർത്തിക്കഴിഞ്ഞാൽ ഓക്കെയാണ്. അവർക്ക് കിട്ടുന്ന പരിപാടികൾ അത് എന്തും ആയിക്കോട്ടെ. ഇപ്പൊ ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാംസ് കിട്ടുന്നുണ്ട്, ഇനാഗ്രേഷൻസ് കിട്ടുന്നുണ്ട്, പ്രൊമോഷൻസ് കിട്ടുന്നുണ്ട്, അതിന് കൂടെ അഭിനയവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല കാര്യമാണ്. അതൊക്കെ നല്ല രീതിയിൽ കിട്ടുന്ന അവസരങ്ങൾ വിനിയോഗിക്കട്ടെ, നല്ല രീതിയിൽ അവർ രക്ഷപ്പെടട്ടെ. പക്ഷെ അതിന് പുറകെ റീച്ച് കുറയുമ്പോൾ റീച്ചിന് വേണ്ടിയിട്ട് മീഡിയക്കാരോട് ചില വായ്ത്താളങ്ങൾ, അതായത് മീഡിയക്കാരോട് പറയുന്ന ചില ഊളത്തരങ്ങൾ പറയും. അത് നിർത്തിയാൽ രേണുസുതി ഓക്കെയാണ്. ഈ കഴിഞ്ഞ ദിവസം ഇതുപോലെ എന്തോ ഒരു പരിപാടിക്ക് ചെന്നപ്പോ മീഡിയക്കാരോട് കുറെ ഊളത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സ്പോസർ ആയിട്ടുള്ള ഡ്രസ് ഒന്നും ഇട്ട് ഫോട്ടോ ഒന്നും, അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും കുറെ ആൾക്കാരുണ്ടാവില്ല, കുറച്ച് നല്ല രീതിയിൽ ഫോട്ടോ ആയിട്ടൊക്കെ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ലേ? രേണു എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല? അങ്ങനൊന്നും വരുന്നില്ലല്ലോ, വരുന്നതല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ വന്നാ ചെയ്യോ? അങ്ങനെ വന്നാ ചെയ്യുന്നത് കംഫോർട്ടബിൾ ആണെങ്കിൽ ഞാൻ ചെയ്യും. എന്നാലും സ്വന്തം പ്രൊഫൈലിലൊക്കെ ഇടണം തോന്നിയിട്ടില്ല? അങ്ങനൊന്നും തോന്നിയിട്ടൊന്നുമില്ലടേ. ഇനിയിപ്പം കൊളാബ് ചെയ്ത് കിട്ടുവാണെങ്കിൽ, അതായത് നമ്മളിപ്പോ ഫോട്ടോഷൂട്ട് ചെയ്യുമ്പോൾ കൊളാബ് ഇടുമല്ലോ നമ്മുടെ പ്രൊഫൈലിൽ, അങ്ങനെ വരുവാണെങ്കിൽ ഇടും. അല്ല നമ്മള് തന്നെ അങ്ങനൊന്നും ആഗ്രഹമൊന്നുമില്ല. ഇല്ല, ഒരു താല്പര്യമില്ല. ഇല്ലടാ, ഇല്ല, ബിക്കിനി ഇട്ടിട്ട് ഫോട്ടോഷൂട്ട് ചെയ്യാൻ ഒരു താല്പര്യമില്ല. ഞാൻ അങ്ങനെ ചെയ്യത്തുമില്ല ബിക്കിനി ഇട്ടിട്ട്. കാരണം നമുക്ക് ഒന്നാമത്തെ കാര്യം അങ്ങനെ താല്പര്യമില്ല, രണ്ടാമത്തെ കാര്യം നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ, പക്ഷെ അത് ഇടുന്നവരെ കുറ്റവും ഞാൻ പറയാറില്ല. ഇതൊക്കെ അവരുടെ ഇഷ്ടമാണ്, അവരുടെ വർക്കാണ്, അല്ലെ അവരുടെ കാര്യങ്ങളൊന്നും നമ്മളെന്തിനാ അതൊക്കെ നോക്കുന്നത്? നമ്മൾ നമ്മുടെ ഇഷ്ടം ചെയ്താൽ പറ്റും. ഞാൻ എന്തായാലും ബിക്കിനി ഇട്ട് ലൈഫിൽ ഫോട്ടോഷൂട്ട് ചെയ്യത്തില്ല, ബിക്കിനി ഇട്ടോട് നടക്കത്തില്ല. പലരും അങ്ങനെയൊക്കെ ചെയ്തിട്ടും രേണുസുതി റീച്ച് എത്തുന്നില്ല. അതെന്താന്ന് എനിക്കറിയത്തില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രേണുസുതിക്ക് ഇത്രയും നെഗറ്റീവ് ഉണ്ടാക്കി കൊടുക്കുന്ന വേറെ ആരുമല്ല, ഈ മീഡിയക്കാര് തന്നെയാണ്. കാരണം രേണു എവിടെ പോയാലും പുറകെ കുറെ മീഡിയക്കാരുണ്ടാവും. അത് ഏത് ഫംഗ്ഷനിലായാലും ഇത് എങ്ങനെ അറിയണം എന്നറിഞ്ഞില്ല, ഈ മീഡിയക്കാര് കുറെ എണ്ണങ്ങളുണ്ടാവും. അവർ ഈ കൊനഷ്ട് ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അപ്പൊ രേണുസുതി അത് ആലോചിക്കാതെ അതിനൊക്കെ മറുപടി പറയും. അതാണ് പിന്നീട് പല ട്രോളുകളും നെഗറ്റീവും ഒക്കെ ആയിട്ട് മാറുന്നത്. ഇപ്പൊ തന്നെ ആ ഒരു മീഡിയക്കാരൻ ചോദിച്ച ചോദ്യം കേട്ടില്ലേ, എന്താ എക്സ്പോസ് ചെയ്തിട്ടുള്ള ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഒന്നും ചെയ്യാത്തേന്ന്, എന്താ ഇതിനൊക്കെ മറുപടി പറയേണ്ടതെന്ന്. അതുപോലെ ബിക്രി ഇട്ട് വീഡിയോ ചെയ്യോ ഫോട്ടോഷൂട്ട് ചെയ്യോ എന്നൊക്കെ ചോദിച്ചു രേണുസുതി പറയുന്ന മറുപടി അങ്ങനെയൊന്നും ചെയ്യത്തില്ല, അതിനൊന്നും താല്പര്യം ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോ മീഡിയക്കാരാണ് വീണ്ടും വീണ്ടും ഓരോ നെഗറ്റീവ് രേണുസുതിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഓരോന്നങ്ങ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പൊ ഒരു ആൽബത്തിനകത്തുള്ള കെട്ടിപ്പിടിച്ച് അഭിനയിക്കുന്നുണ്ട് നായകന്റെ കൂടെ. എന്റെ ഇന്റിമേറ്റ് സീൻ എന്ന് പറഞ്ഞപ്പോ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു മീഡിയയിലെ ചേച്ചി പറഞ്ഞു, രേണുസുതിയുടെ ഇന്റിമേറ്റ് സീൻ എന്ന് പറഞ്ഞാൽ കയ്യെ പിടിക്കുക, അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഹഗ് ചെയ്യുക. ഇതാണ് രേണുസുതിയുടെ മാക്സിമം ചെയ്യുന്നത്. അപ്പം അതിനപ്പുറം ഒന്നും വന്നിട്ടില്ല. ലിപ് ലോക്ക് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, എന്താ ഞാൻ പറഞ്ഞെന്ന് നോക്കിട്ട് അല്ലെങ്കിൽ രണ്ടും തെറ്റിപ്പോ. അന്ന് അങ്ങനെയാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ തന്നെ വീണ്ടും മീഡിയക്കാര് ചോദിച്ചിട്ട് ലിപ് ലോക്ക് സീൻ വന്നു കഴിഞ്ഞാൽ ചെയ്യുമോ എന്നുള്ളത്. അപ്പൊ ഇതിനു മുന്നേ ഇതുപോലെ മീഡിയക്കാര് ചോദിച്ചപ്പോ അന്ന് രേണുസുതി പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഒരു സീൻ വരുവാണെങ്കിൽ കംഫോർട്ട് ആണെന്നുണ്ടെങ്കിൽ ചെയ്യുമെന്നാ പറഞ്ഞത്. അപ്പൊ വീണ്ടും മീഡിയക്കാർ ഇത് ചോദിക്കുന്നത് എന്തിനാ, രേണുവിന്റെ വായിൽ നിന്ന് എന്താണ് വീഴുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്നാലല്ലേ റീച്ച് കിട്ടത്തുള്ളൂ, കാരണം എന്നാലേ നെഗറ്റീവ് കിട്ടത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഓരോരോ കൊനിഷ്ഠ ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും ഈ മീഡിയക്കാർ തന്നെയാണ് ചോദിക്കുന്നത്. അതിനൊക്കെ ചിന്തിക്കാതെ, അല്ലെ അത് എന്ത് മറുപടി പറയണമെന്ന് ആലോചിക്കാതെ എടുത്തു ചാടി ഉത്തരം പറയുകയും ചെയ്യും. പിന്നീട് അത് ട്രോളാകും, നെഗറ്റീവ് ആകും, പിന്നെ നമ്മളെ പോലുള്ളവരെടുത്ത് റിയാക്ട് ചെയ്യും. പിന്നെ അത് വലിയ കുറ്റമാകും, നമ്മൾ കുറ്റം പറഞ്ഞു എന്നാകും. എന്നാൽ ഈ മീഡിയക്കാർ ചോദിക്കുന്ന ഇതുപോലുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാതിരുന്ന പ്രശ്നം തീർന്നില്ലേ? ഇതെല്ലാത്തിനും മറുപടി പറയുകയും ചെയ്യും. എന്നാ പിന്നെ ഇതിനെക്കുറിച്ച് പിന്നെ ആരും റിയാക്ട് ചെയ്യാൻ പാടില്ല, ആരും നെഗറ്റീവ് പറയാൻ പാടില്ല. കഴിഞ്ഞ ദിവസം എന്നെ ഇവിടെ ചങ്ങനാശ്ശേരിയിലുള്ള ഒരു കുട്ടി എന്നെ കണ്ടു. അതിന്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് കറക്റ്റ് 2.5 വർഷം ആകുന്നു. അതായത് സുധിച്ചേട്ടൻ മരിക്കുന്നതിന് 1 മാസം മുന്നേ മരിച്ചതാണ്. അപ്പൊ ആ കുട്ടി എന്റെ അടുത്ത് പറഞ്ഞ വേറൊന്നുമല്ല, ചേച്ചിയുടെ വിഷമം എനിക്ക് മനസ്സിലാവും. ഇപ്പോഴും ആ കുട്ടി എന്താ പറയാ, വിധവയായിട്ട് തന്നെയാണ് താമസം. എന്നാ പൊട്ടും തൊടും ലിപ്സ്റ്റിക് ഇടും. കാരണം വേറൊന്നുമല്ല, അവരുടെ ജോലിയാണത്. ഒരു ഷോപ്പിൽ നിൽക്കുവാണ്, അപ്പൊ സെയിൽസ് ഗേളായിട്ട് നിൽക്കുമ്പോൾ ഒരുങ്ങി പോണം. അപ്പൊ എന്നോട് ആ കുട്ടി പറഞ്ഞ, ഞാനൊരു കൂടത്തിലുള്ള ഒരു സഹപ്രവർത്തകരോട് സംസാരിച്ച
മറ്റുള്ളവർ തിരിഞ്ഞു നിന്ന് കുറ്റം പറയും. ആ കാലമാണിത്. അപ്പൊ ഈ ലോകത്തുള്ള മിക്ക മലയാളികൾക്കും അറിയാം കൊല്ലം സുധീർ അല്ലെ. അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹം മരിച്ചു പോയിട്ട് ഞാൻ ഈ ആൽബം ഒക്കെ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ പുറത്തു പോകുമ്പോഴും എന്തൊക്കെയായിരിക്കും എന്നെ പറ്റി പറയുന്നത്. സിമ്പിൾ അല്ലേ, ചിന്തിക്കാവുന്നതുള്ള അവരുടെയൊക്കെ ഓരോരുത്തരുടെ മാനസികാവസ്ഥയാണ് അവർ പറയുന്നത്. നമ്മളതൊന്നും മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോകും. ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ രണ്ടുപേരുണ്ടെങ്കിൽ അത് മതി. എന്തായാലും രേണുസുതി ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വിധവയായതിന്റെ പേരിൽ രേണുസുതി ഒരുപാട് ആൾക്കാർ കുറ്റം പറയുന്നുണ്ട്. അതായത് രേണുസുതി ഒരു വിധവയായിട്ടും ഇത്രയും അറിയപ്പെട്ടതിൽ ഒക്കെ ഒരുപാട് ആൾക്കാർ കുറ്റം പറയുന്നുണ്ടെന്നാ പറയുന്നത്. അതിനോട് നമുക്ക് യോജിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നമ്മളാരും രേണുസുതി ഒരു വിധവയായതിന്റെ പേരിൽ രേണുസുതി ഒരു വിധവ ഇങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളത് നമ്മൾ ആരും പറഞ്ഞിട്ടില്ല. രേണുസുതി ഇത്രയും അറിയപ്പെടാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഭർത്താവിന്റെ പേരിൽ തന്നെയാണ്. കാരണം അവരുടെ ഭർത്താവ് അറിയപ്പെടുന്ന ഒരു കലാകാരനായിരുന്നു. അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് എല്ലാവരും മനസ്സിലാക്കുന്നത് ഇവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, സ്വന്തമായിട്ടൊരു കിടപ്പാടം പോലും ഇല്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നു എന്നൊക്കെ എല്ലാവരും അറിയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മരിച്ചതിന് ശേഷം ഇവർക്ക് കുറെ അധികം സപ്പോർട്ട് കിട്ടി. അത് ആ കുഞ്ഞുങ്ങൾക്ക് രണ്ടുപേർക്കും വീട് വെക്കാൻ സ്ഥലം കിട്ടി, വീട് വെച്ച് നൽകി, ഒരുപാട് ആൾക്കാർ പൈസ കൊടുത്തു, അങ്ങനെയൊക്കെ സഹായിച്ചിട്ടുണ്ട്. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. അതൊക്കെ ഈ രേണുസുതി എന്താ പറയാ, കൊല്ലം സുധിയുടെ ഭാര്യ ആയതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ ഒരു സാധാരണക്കാരന്റെ ഭാര്യയാണെങ്കിൽ ഒരിക്കലും ഇത്രയും ഒരു സപ്പോർട്ട് അവർക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിലെ ആദ്യത്തെ വിധവയാണ് രേണുസുതി എന്നൊന്നും പറയരുത്. കാരണം ഇതുപോലെയൊക്കെ ഭർത്താവ് മരിച്ച ഒരുപാട് സ്ത്രീകൾ സമൂഹത്തിലുണ്ട്. അവരൊക്കെ കഷ്ടപ്പെട്ട് തന്നെയാണ് ജീവിക്കുന്നതും കുടുംബവും മക്കളെയൊക്കെ നോക്കുന്നതും. രേണുസുതി ഇവിടെ ആ ഒരു കലാകാരന്റെ ഭാര്യ ആയതുകൊണ്ടാണ് ഇത്രയും സപ്പോർട്ട് അവർക്ക് കിട്ടിയതും ഇപ്പോഴും അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതും. അപ്പൊ ആ ഒരു കിട്ടുന്ന സപ്പോർട്ടൊക്കെ ഓർക്കുക, എന്റെ ഭർത്താവിന്റെ പേരിലാണ് എനിക്ക് കിട്ടുന്നത് എന്നുള്ളത്. രേണുസുതി പല സമയങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നതാണെന്ന്. അത് എന്തുദ്ദേശിച്ച പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഒരിക്കലും രേണുവിന്റെ ഒന്നും കണ്ടിട്ടല്ല ഇത്രയും സപ്പോർട്ട് രേണുവിന് കിട്ടിയത്. ആ ഒരു കലാകാരനെ ഓർത്തിട്ടാണ് എല്ലാവരും രേണുസുതി ഇത്രയും സപ്പോർട്ട് ചെയ്തതും. കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പോലും വീട് വെക്കാനുള്ള സ്ഥലം, വീട് വെച്ച് നൽകി, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സഹായങ്ങൾ അവർക്ക് കിട്ടിയത്. അപ്പൊ അതൊക്കെ മറക്കാതിരിക്കുക. ഈ ഒരുപാട് അവസരങ്ങളൊക്കെ കിട്ടുമ്പോഴത്തേക്കും ഇതൊക്കെ ഒന്ന് ഓർമ്മയിൽ വെക്കുന്നത് നല്ലതാണ്. കാരണം ഈ സമൂഹത്തിലെ ആദ്യത്തെ വിധവയല്ല രേണുസുതി. ഒരുപാട് സ്ത്രീകളുണ്ട് ഇതുപോലെയൊക്കെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടു ഒക്കെ കുടുംബം നോക്കുന്നത്. കടവത്ത്